ഇന്ന് ഒരു ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ടിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായി. ആൾ പുതിയ വണ്ടി വാങ്ങി. അതിനുശേഷം നമ്മൾ സെൻറ്റ് ലൂയിസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ന് വോയിസ് ഓവറൊന്നുമില്ല, എല്ലാ ലൈവ് കോൺവെർസേഷനുകളും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ്. ഹൊററായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് സെന്റ് ലൂയിസ്. നിങ്ങൾ എന്നെ വയറിലാക്കണ്ടേ? നിങ്ങളല്ലെങ്കിൽ ഏറില്ല മോനെ. എന്നെ എയറിലാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ അല്ലേ പറ്റുമോ? പറ്റും. സക്കീർ വായിക്കും. വണ്ടിയിൽ മൊത്തം ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. നമ്മളിതാ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ട് ബ്രിഡ്ജ് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ബൈസണിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് ഇവിടുത്തെ രണ്ട് മെയിൻ അട്രാക്ഷൻസ്. ദാ ഞാൻ പറഞ്ഞ ബൈസൺ ഇതാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ താഴെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകതകളും കാര്യങ്ങളും അവർ വിവരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ബ്രിഡ്ജിലേക്കാണ്. ബ്രിഡ്ജിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടുത്തുള്ള ഈ ഒരു വാട്ടർ ബോഡി കാണാനായിട്ട് നമ്മൾ പോയി. നമുക്ക് തണുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തണുക്കാത്തത് നമ്മൾ അഭിനയിക്കണം. അപ്പോൾ തണുപ്പ് പോകും. തണുപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കണം. നമ്മളിവിടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഈ വീഡിയോ മൊത്തം കാണുന്നതിന് മുമ്പായിട്ട് ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്. നമ്മുടെ യൂഷ്വൽ തമാശ നിറഞ്ഞ കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷനിൽ ആരെയും ഹേർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ എൻജോയ് ചെയ്ത് കാണുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജ്. വളരെയധികം ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് 1914 നിർമ്മിക്കുകയും 2014 പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. പ്രിൻസ് ആൽബർട്ടിൻ്റെ എക്കണോമിയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. ഇതിൻ്റെ ആ ബിൽഡിങ്ങും സ്ട്രക്ചറും ആ കൺസ്ട്രക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ 100 വർഷം 114 വർഷം പഴക്കമുള്ളതെന്ന് പറയത്തേയില്ല. പാലം നടന്ന് അപ്പുറം എത്തുന്നതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ ട്രോളുകളായിരുന്നു. എന്താണ് പറഞ്ഞത്, ഏതാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് അതൊന്ന് ഞാൻ വോയിസ് ഓവർ ഇട്ട് മാറ്റുകയാണ്. ആണല്ലേ? ഇതിപ്പോ ട്രെയിൻ പാളമായിരുന്നു. 6 മണിക്ക് ഒരെണ്ണം വരുമായിരുന്നു. മറ്റേ നേത്രാവതിയല്ലേ? ഇപ്പൊ ട്രെയിൻ വന്ന് എന്ത് ചെയ്യും? എന്നിട്ട് അള്ളി പിടിച്ച് കിടന്നു കമന്ന് കൊടുത്തു വാങ്ങിയ സാഷ്ടാംഗം പറഞ്ഞു. അപ്പൊ അനുപേട്ടൻ അവിടെ ഇങ്ങനെ സംഭവിച്ചു. എന്റെ കഥ പറഞ്ഞേ, ഒന്നിട്ട് പറഞ്ഞേ. കഥ പറയാൻ കപ്പിൾസ് വന്ന് അത് ലോക്ക് ചെയ്താൽ, ഒരുമിച്ച് ലോക്ക് വാങ്ങി അത് ലോക്ക് ചെയ്താല് അവരുടെ ലവ് എനിക്കറിയാം ടെക്നിക്കലി യഥാർത്ഥ മാനസിക രോഗി മോഡേൺ ഫാമിലി അത്യാവശ്യം സ്വാതന്ത്ര്യം നൽകുന്ന മോഡേൺ ഫാമിലി ആയിട്ടത്. നിങ്ങളുടെ വീട്ടിലാലും മറ്റേ അത് കൊടുക്കുന്ന അര കിലോ. ഞാൻ തളരാതെ വീഡിയോ ചെയ്യുന്നില്ലേ ഗൈസ്? അപ്പൊ നിങ്ങൾ എന്നെ സമ്മതിക്കല്ലേ? നോക്കൂ, ഇതാണ് എന്റെ കൂട്ടുകാരി ആതിര. ഇതാണ് എന്റെ കൂട്ടുകാരി ശരിയാ. ഞാൻ പിന്നെ ഇങ്ങനെ നന്നാവാനാ? ഇതിന്റെ കൂടെ കണ്ടില്ലേ? ഇത് ഐശ്വര്യയുടെ ബെസ്റ്റസ്റ്റ്. ഐശ്വര്യ ഇങ്ങനെ ആയതിൽ ഒരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതാണ് ഐശ്വര്യയുടെ ബെസ്റ്റസ്റ്റ് ഹാഫ്. ഇനി ഒന്നും കിട്ടാറില്ല. ദേ നിൽക്കുന്നു എന്റെ കൂട്ടുകാരിയുടെ ഭാഗ്യവാനായ ഭർത്താവ്, ആതിരയുടെ സ്വന്തം പകുതി. ഫാം ഹൗസ് കളിക്കാൻ കൊണ്ടുപോയില്ലേ? ഇതാണ് ഞങ്ങളുടെ ഫാം ഹൗസ്. ഓടി രക്ഷപ്പെടാനുള്ള വഴി അതെന്താ അനുവേട്ട അങ്ങനെ ഡബിൾ മീനിങ് നിങ്ങൾ സംസാരിച്ചത് ഈ മനുഷ്യനെ കുറിച്ച്? നല്ല മറ്റേ ക്യാമറ നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. കൈസ് നോക്കൂ, കൈസ് മാഞ്ഞപ്പിന്റെ പുറകെ നിൽക്കുന്ന നീല വെളിച്ചം, മഞ്ഞ വെളിച്ചത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇരുണ്ട വെളിച്ചം എന്നല്ലേ? അത് അങ്ങോട്ട് ഓടി. കണ്ടോ? കാണുന്ന പോലും അയ്യോ. നമ്മൾ അവിടെ നേരെ പോയതാ ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാസ്റ്റിൽ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ.